അപ്പം നമ്മൾ 10th ക്ലാസ്സിലെ കുട്ടികളുടെ 4ാമത്തെ കെമിസ്ട്രി ചാപ്റ്ററായ കാർബണൈഡ്സ് കോമ്പൗണ്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് നമ്മൾ ആൽക്കഹോള്, ഹാലജൻ, ആൽഡിഹൈഡ് ഈ പോർഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പറയാനുള്ളത് കീറ്റോണും കാർബോക്സിലിക് ആസിഡ്, പിന്നെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇത് നോർമൽ ചെയിൻസിനകത്ത് വരുന്ന ആ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് കീറ്റോണും കാർബോക്സിലിക് ആസിഡും എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി ഡബിൾ ബോണ്ട് എന്നതാണ് എന്ത് കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കീറ്റോൺ ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത് 3 കാർബൺ ഉള്ള ചെയിനിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കീറ്റോൺ ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കീറ്റോണിന്റെ നോമൻ ക്ലേച്ചർ എന്ന് പറയുമ്പോൾ നോർമൽ ഒരു ചെയിൻ ഉണ്ടായിരിക്കണമല്ലോ. അപ്പം ആൽക്കെയിൻ്റെ ഒരു ചെയിൻ ഉണ്ടായിരിക്കണം. അപ്പം ഈ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്തിട്ട് കീറ്റോൺ എന്നതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ലാസ്റ്റത്തെ ON നമ്മൾ അതിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ON നമ്മൾ അതിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എന്ത് വരുന്നത്, കീറ്റോണിന്റെ നെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോർമൽ ആൽക്കൈനകത്ത് ഫൈനലി മൈനസ് ചെയ്യുക, അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ആ കീറ്റോൺ എന്നതിനകത്ത് എന്ത് ചെയ്യുന്ന ON അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം എന്താകണം, ആൽക്കനോൺ എന്നായിട്ട് മാറണം. ഓക്കെ, ആൽക്കനോൺ എന്നായിട്ട് മാറണം. ഇനി കീറ്റോൺ ഫാമിലി 3 മെമ്പറിൽ, അതായത് 3 കാർബൺ ഉള്ള മെമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് പ്രൊപ്പനോൺ തൊട്ട് എന്തുള്ളൂ, കീറ്റോൺ ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മെത്തനോൺ, എത്തനോൺ എന്നീ 2 എണ്ണം എന്തല്ല, കീറ്റോൺ ഫാമിലിയിൽ പോസിബിൾ അല്ല. ഇത് പോസിബിൾ അല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ മെത്തനോൺ എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ കരുതുകയാണ് സി ഡബിൾ ബോണ്ടോ. ഓക്കെ, അപ്പൊ ഇനി ബാലൻസ് ആയിട്ട് വരുന്നത് ഹൈഡ്രജനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോഴാണ് 4 വാലൻസി എന്തായിരുന്നു, ഫുൾ ആയിരുന്നു. അപ്പം ഇത് ഏതാണ്, സി ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H എന്ന് പറയുന്ന ആൽഡിഹൈഡ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് എന്തായിട്ട് മാറും, നമ്മളിപ്പോൾ കീറ്റോൺ ആണെന്ന് കരുതി എഴുതുവാണെങ്കിലും ഇത് എന്താണ്, മെത്തനാൾഡിഹൈഡ് ആയിട്ട് മാറുകയാണ്. കാരണം ഒരൊറ്റ കാർബൺ, അതിനകത്തൊരു ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം അതായത് ഇത് മെത്തനാലായിട്ട് മാറും. ഓക്കെ, മെത്തനാലാണിത്. അതിങ്ങനെ കീറ്റോൺ എന്നതിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ സാധിക്കത്തില്ല. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ഇനി എത്തനോൺ എന്ന് പറയുന്ന ഒരെണ്ണമാണെങ്കിലും 2 കാർബൺ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. ദെൻ ഹൈഡ്രജൻ, റിമൈനിങ് നമ്മൾ ഹൈഡ്രജനെ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും ഇത് എന്തിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം ഈ എൻഡിൽ സി ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H വന്നാൽ അത് പിന്നെ ആൽഡിഹൈഡ്. അപ്പം നമുക്ക് എന്തവിടെ കൊടുക്കാൻ പോസിബിൾ ആകത്തില്ല, കീറ്റോൺ പോസിബിൾ ആകുന്നില്ല. കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എപ്പോഴും 2 കാർബണുകൾക്ക് ഇടയിലായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം 3 കാർബൺ, അറ്റ്ലീസ്റ്റ് 3 കാർബൺ ഉണ്ടായിരിക്കണം നമുക്ക് കീറ്റോൺ ഫാമിലി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതായത് 1ാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ, 3ാമത്. ഇനി കീറ്റോൺ ഫാമിലി ഒരിക്കലും എന്ത് ചെയ്യരുത്, എൻഡിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ല. എൻഡിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻ ചെയ്യുന്ന വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജനെ കൊടുത്തേ പറ്റൂ. അത് പിന്നെ എന്തായി മാറും, ആൽഡിഹൈഡ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ് മാത്രമേ എന്ത് ചെയ്യാവൂ, കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കുന്നു, റിമൈനിങ് വാലൻസീസ് ഹൈഡ്രജൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് എന്തെന്ന്, പ്രൊപ്പനോൺ. അപ്പം 3 കാർബൺ. ഈ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പം ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന കാർബണിനെയും കൂടെ ചേർത്ത് വേണം ലോങ് ചെയിൻ എന്ത് ചെയ്യാൻ, നമ്മൾ എടുക്കാൻ. ഫങ്ഷണൽ ഗ്രൂപ്പിനകത്താണ് ഈ സി ഡബിൾ ബോണ്ടോ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിനെയും കൂടെ ചേർത്ത് എടുത്ത് വേണം എന്ത് ചെയ്യാൻ, കൗണ്ട് ചെയ്യാൻ. അപ്പോൾ ടോട്ടൽ എത്ര കാർബണായി, 3. 1, 2, 3. അപ്പം 3 വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പ് ആണല്ലോ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ. ഫൈനലി ഞാൻ മൈനസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ON ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് പ്രൊപ്പനോൺ. ഓക്കെ, പ്രൊപ്പനോൺ. ഇനി അപ്പൊ നമുക്ക് കീറ്റോൺ ഫാമിലി 3 കാർബണിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് പ്രൊപ്പനോൺ ആണ്. സെക്കൻഡ് വരുന്നത് എന്തായിരിക്കണം, അപ്പം ബ്യൂട്ടനോൺ. അപ്പം 5 എണ്ണം ഉണ്ടെങ്കിൽ പെന്റനോൺ, 6 ആണെങ്കിൽ ഹെക്സനോൺ, ഹെപ്റ്റനോൺ, ഒക്ടനോൺ, ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പം കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി ഡബിൾ ബോണ്ടോ ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ നോർമൽ ചെയിൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെമ്പർ എന്ന് പറയുന്നത് പ്രൊപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരിക്കലും എൻഡിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ല. 2 കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിലായിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കാവൂ. അല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് എൻഡിൽ കൊടുക്കരുത് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് എന്ത് പറയുന്നത്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, COOH എന്നതാണ് എന്ത്,
കാർബോക്സിലിക് ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാർബോക്സിലിക് ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COOH ആണ് കാർബോക്സിലിക് ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH എന്നതാണ് എന്ത് കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയും. C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH. ഇവിടെ നമുക്കപ്പം ഫസ്റ്റത്തെ മെമ്പറിനെ എന്ത് ചെയ്യാം, ഈ നോർമൽ ചെയിൻ ഉണ്ടല്ലോ C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OHനകത്തോട്ട് ഞാനൊരു ഹൈഡ്രജനെയും കൂടെ അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൈഡ്രജനെയും കൂടെ ആഡ് ചെയ്തപ്പം ഇവിടെയും നമ്മൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന കാർബണിനെയും കൂടെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ, നെയിം ചെയ്യാൻ. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഒരു കാർബൺ. അപ്പം മെത്ത് അല്ലെ. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് എന്നതാണല്ലോ നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്, കാർബോക്സിലിക് ആസിഡ്. അപ്പം ഇത് നോർമൽ ആണെങ്കിൽ മീതേൻ ആയിരുന്നിരിക്കണം, മീതേൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഈ മൈനസ് ചെയ്യുക, അതിനകത്തോട്ട് ഓയിക് ആസിഡ് എന്നത് എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക, ഓയിക് ആസിഡ്. ഓക്കെ, അപ്പം മീതേനകത്ത് ഈ മൈനസ് ചെയ്താൽ അത് മെത്താനായി മാറും. അതിനകത്തൊരു ഓയിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ മെത്തനോയിക് ആസിഡ്. ഓക്കെ, ഫസ്റ്റ് മെമ്പർ ഏതാണ്, മെത്തനോയിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോമിക് ആസിഡ് എന്ന് പറയാറുണ്ട്. മെത്തനോയിക് ആസിഡ് ആണ് ഫസ്റ്റ് മെമ്പർ. ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് വരുന്ന കാർബണിനെ കൂടെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ, നമ്പർ ചെയ്ത് കാർബൺ ആറ്റംസിനെ എണ്ണിയെടുക്കാൻ. ഇപ്പൊ സെക്കൻഡ് മെമ്പർ എന്തായിരിക്കണം, ഇപ്പം 2 കാർബൺ, ഒരെണ്ണം എന്തായാലും ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം ഓൾറെഡി തന്നെ 4 ബോണ്ട് അതിന് ചുറ്റുമുണ്ട്. ബാക്കി എന്ത് ചെയ്യുക, ഹൈഡ്രജനെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ പേര് എന്താണ്, എത്തനോയിക് ആസിഡ്. ഇപ്പം 3 വരുവാണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ്, 4 ബ്യൂട്ടനോയിക് ആസിഡ് എന്നത് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആൾഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കാർബൺ ആയിട്ട് കൗണ്ട് ചെയ്ത് എടുത്ത് വേണം നെയിം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആൾഡിഹൈഡിനകത്ത് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് CHO, ദെൻ കീറ്റോൺ ആണെങ്കിൽ C ഡബിൾ ബോണ്ടോ, അടുത്തത് കാർബോക്സിലിക് ആണെങ്കിൽ COOH എന്നതാണ് കാർബോക്സിലിക് ആസിഡ്. ആൾഡിഹൈഡ് ആണെങ്കിൽ ആൽ എന്ന് അതിന്റെ എൻഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കീറ്റോൺ ആണെങ്കിൽ ഓൺ എന്നത് ആഡ് ചെയ്ത് ONE കീറ്റനോൺ എന്നത് എന്ത് ചെയ്യുക, അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. മാക്സിമം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പോർഷൻ എന്താവും, ക്ലിയർ ആയിട്ട് മാറും. താങ്ക് യു.